ഹലോ, എല്ലാവർക്കും അൾട്രോൺ വാട്ടർ പ്രൂഫ് ഷോപ്പിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ബിറ്റുമിൻ ഷീറ്റ് ഉപയോഗിച്ച് ഫൗണ്ടേഷന്റെ വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്ന വീഡിയോസ് ആണ്. ഫൗണ്ടേഷനിൽ വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഫൗണ്ടേഷന്റെ ഉള്ള ഏരിയയിൽ മണ്ണുണ്ട്, അതുപോലെ തന്നെ ഫൗണ്ടേഷന്റെ പുറത്തും മണ്ണുണ്ട്. കണ്ടിന്യൂസ് നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഇവിടുത്തെ മഴ എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കണ്ടിന്യൂസ് മഴ പെയ്യുമ്പോൾ ഇതിന്റെ ഉള്ളിലും പുറത്തും വെള്ളം ഉണ്ടാകും. അതെന്താ സംഭവിക്കുക? വെള്ളത്തിന്റെ ഈർപ്പം മേലേക്ക് കയറി വന്ന് നമ്മുടെ ഫൗണ്ടേഷനിലെ വെള്ളം മേലേക്ക് കയറി വന്നതിന് ശേഷം നമ്മുടെ ഭിത്തി പൊരിഞ്ഞളവുന്നൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഈ മേലെ കാണുന്നത് പോലെ അവസ്ഥ ഉണ്ടാവാറ്. ഇത് നമുക്ക് പിന്നീട് നമ്മൾ വീട് വെച്ചതിന് ശേഷമാണ് വരുന്നതെങ്കിൽ നമുക്കിതിന് പെർമനന്റ് ഒരു സൊല്യൂഷൻ ഇല്ല. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മേലെ 2K അടിക്കുന്നുണ്ട്, നിറ്റോബോർഡ്, ഡാം പ്രൊട്ടക്ട്, അങ്ങനെയുള്ള പല മെറ്റീരിയൽസ് കൊടുക്കുന്നു. പക്ഷെ അതൊരു പെർമനന്റ് സൊല്യൂഷനോ സക്സസോ അല്ല. നമ്മുടെ ഫണ്ട് ഒരുപാട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കളയാമെന്നല്ലാതെ അതിന് യൂസോ കാര്യങ്ങളോ ഇല്ല. നമ്മൾ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം, ഒരു വീട് വെക്കുമ്പോൾ നമുക്ക് ഒരു 20 ലാക്കോ 30 ലാക്കോ 50 ലാക്കോ എക്സ് ഓർ വൈ എത്ര ആവട്ടെ, നമ്മൾ കുറച്ച് പൈസ ഫൗണ്ടേഷൻ, ബാത്റൂം, ടെറസ് ഇതിനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബിറ്റുമിൻ ഷീറ്റ് വെച്ചുള്ള വർക്ക് ഒന്ന് കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് ബിറ്റുമിൻ ഷീറ്റ്. 3 mm ഓൾറെഡി തിക്നെസ് ഉണ്ട്. ഷീറ്റിന് തന്നെ 3 ലെയർ വരുന്നുണ്ട്. പിന്നെ ഈ കൊടുത്തേക്കുന്ന പ്രൈമർ എന്ന് പറഞ്ഞാൽ സോൾവെന്റ് ബേസ്ഡ് പ്രൈമറാണ്. സോൾവെന്റ് ബേസ്ഡ് പ്രൈമർ ആകുമ്പോൾ ഇതിനകത്തേക്ക് ആദ്യം കൊടുക്കുന്ന കോട്ടിങ് പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിന് മേലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ ഷീറ്റ് ഒരുക്കി വിട്ടിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം തിക്നെസ് നമ്മുടെ ഫൗണ്ടേഷന് വരുന്നുണ്ട്. അപ്പോൾ കയറി വരുന്ന വാട്ടറിന് മേലേക്ക് കയറാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബിറ്റുമിൻ ഷീറ്റ് വെച്ച് തന്നെ വർക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഒരിക്കലും ലിക്വിഡ് ബേസ്ഡ് വാട്ടർ പ്രൂഫിങ്ങിലോട്ട് പോകാതിരിക്കുക. ലിക്വിഡ് ബേസ്ഡ് വാട്ടർ പ്രൂഫിങ്ങിന് എത്ര ചെയ്ത് കഴിഞ്ഞാലും 3 ലെയറോ 4 ലെയറോ ചെയ്ത് കഴിഞ്ഞാലും ഒരു 1 mm താഴെ മാത്രമേ തിക്നെസ്സും വരുന്നുള്ളൂ. ഡാമേജും സാധ്യത ലിക്വിഡ് ബേസ്ഡ് വാട്ടർ പ്രൂഫിങ്ങിന് കൂടുതൽ. ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ലിക്വിഡ് ബേസ്ഡ് വാട്ടർ പ്രൂഫിങ്ങിനേക്കാളും മെമ്പറിൻ ഷീറ്റ് വെച്ചിട്ട് തന്നെ വാട്ടർ പ്രൂഫ് ചെയ്യുന്നതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഞങ്ങളോട് വർക്ക് ചെയ്തിരിക്കുന്നത് ആദ്യം പ്രൈമർ കോട്ട് കൊടുത്തതിന് ശേഷം അതിന് മേലേക്കാണ് മെമ്പറിൻ ഷീറ്റ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. എല്ലാ ഏരിയയിലും പ്രൈമർ കോട്ട് കൊടുത്ത് നല്ലപോലെ ക്യൂർ ആവണം. ക്യൂർ ആയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഷീറ്റ് ഒരുക്കി ഒട്ടിക്കാൻ പാടുള്ളൂ. വർക്ക് ചെയ്യുമ്പോൾ മെയിനായിട്ട് എല്ലാ ഏരിയാസും ജോയിൻറ്റ്സ് ഇതെല്ലാം കവർ ചെയ്യാനായിട്ട് നോക്കുക. പ്രോപ്പറായിട്ട് ബേണായ ശേഷം മാത്രമേ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. സ്കിൽഡ് വർക്കേഴ്സ് എപ്പോഴും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. പിന്നെ അതുപോലെ ബിറ്റുമിൻ ഷീറ്റിൻ്റെ മേലേക്ക് 3 mm തിക്നെസ് ഉള്ളത് കാരണം അതിൻ്റെ മേലുള്ള ഫുഡ് ട്രാഫിക് അങ്ങനെ വലിയ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മിനറൽ ടൈപ്പ് ഷീറ്റ് ആയതുകൊണ്ട് ബോണ്ടിങ്ങിനെ ബാധിക്കുന്നില്ല. അതുപോലെ കോർണറുകളെല്ലാം നമ്മൾ ഫിനിഷ് ചെയ്യുന്നുണ്ട്, നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നത് കാരണം അവിടെയുള്ള ഡീബോണ്ടിങ്ങിനുള്ള സാധ്യത കുറവാണ്, ലീക്കേജിനുള്ള സാധ്യതയും കുറവാണ്. ഓക്കെ, അപ്പോൾ ഫൈനൽ റിസൾട്ടാണ് ഈ കാണുന്നത്. വർക്ക് ചെയ്തതിന് ശേഷം ഉള്ള ഫൈനൽ റിസൾട്ടാണ് ഈ കാണുന്നത്. ഓക്കെ, താങ്ക് യു.